കേരളത്തിലെ 85% സീറ്റുകൾ അതേതുമാവാം, MBBS ആവാം, BDS ആവാം, അഗ്രികൾച്ചർ ആവാം, വെറ്റിനറി ആവാം, ആയുർവേദമാകാം, ഹോമിയോ ആകാം, കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്ലൈ ചെയ്യുന്നതിലല്ല കാര്യം, 24-ാം തീയതിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഏത് കോളേജിൽ പ്രവേശനം നേടിയാലും നമുക്ക് അർഹതപ്പെട്ട മറ്റൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നമ്മളെ പരിഗണിക്കും. നമ്മൾ ഇത്രത്തോളം മോഡലുകൾ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഈ 25 ലക്ഷം പേരിൽ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്കാണ്ട് 75,000 ചോദ്യങ്ങൾക്കപ്പുറമാണ് ഈ ഫെബ്രുവരി മാർച്ചിൽ നമ്മുടെ കുട്ടികൾ എഴുതിയിരിക്കുന്നത്. 25 ലക്ഷം എന്ന് പറയുന്ന നമ്പറിനെ അല്ല നമ്മൾ പേടിക്കേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും സേഫായിട്ടുള്ള റീജിയനിലാണ്. അവിടെ നിന്ന് നമ്മൾ ആർജിച്ചിരിക്കുന്ന കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് എത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മെയ് 5-ാം തീയതി ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള ഏറ്റവും നല്ലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ടുള്ള അവനവൻ്റെ പാകപ്പെടുത്തലിൻ്റെ സമയമാണ് ഇനി വരുന്ന ഈ 27 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 90-ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ. ശിവൻ സാർ, നമ്മുടെ നീറ്റ് അടുത്ത് വരുന്നു. നീറ്റ് പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കീമോ, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചോദിക്കാം, കീമുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. കാരണം 2024-25 അധ്യയന വർഷത്തിൽ ഓരോ കുട്ടികൾക്കും ഏറ്റവും അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു കോഴ്സിൽ ചേർക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളുടെയും ഒരാകാംക്ഷ, ഒരു വെമ്പൽ നമ്മൾ കാണുന്നതാണ്. അത് ഈ വർഷം നമ്മളെ ജൂണിൽ മുതൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം നീറ്റ് എന്താണ്, കീം എന്താണ്, എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നൊക്കെ ഒരുപക്ഷെ അറിയിരിക്കാം. പക്ഷേ പകുതിയിലധികം കുട്ടികളും ഏറ്റവും പുതിയതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നവരാണ്. ഇപ്പോൾ +2 ബോർഡ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് ധാരാളം പ്രേക്ഷകർ നമ്മളോട് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു പക്ഷേ കീമിൻ്റെ അതൊരു പ്രാധാന്യം എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴും നമുക്ക് സംശയമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, നീറ്റ് എന്ന് പറയുന്ന ഒരു പ്രവേശന പരീക്ഷ മാത്രമേ ഉള്ളൂ. നമുക്ക് കേരളത്തിൽ പ്രവേശനം നടണമെങ്കിൽ അത് കേരള എൻട്രൻസ് കമ്മീഷൻ തീരുമാനിക്കണം. കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കുന്ന മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ നമുക്ക് കേരളത്തിലെ MBBS-ഉം BDS-ഉം അഗ്രികൾച്ചറും വെറ്റിനറിയും ആയുർവേദവും എൻജിനീയറിങ്ങും B.Pharm-ഉം ഒക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൽ കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നീറ്റ് മാത്രമാണ് പ്രവേശന പരീക്ഷ. മെയ് 5-ാം തീയതി മാത്രം പ്രവേശന പരീക്ഷ എഴുതിയാൽ മതി. അതിൻ്റെ മാർക്ക് വെച്ച് അതിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് നമുക്ക് വിവിധ വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച് നമ്മുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും അർഹതയുള്ള സീറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ നമുക്കൊരു പ്രവേശനം കിട്ടണമെങ്കിലാണ് നമ്മൾ കീം 2024 കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത്. കേരളത്തിലെ 85% സീറ്റുകൾ അതേതുമാവാം, MBBS ആവാം, BDS ആവാം, അഗ്രികൾച്ചർ ആവാം, വെറ്റിനറി ആവാം, ആയുർവേദമാകാം, ഹോമിയോ ആകാം, കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അത് ഏതാണ്ട് ജൂലൈ മാസത്തിൽ ആദ്യം റാങ്ക് വരികയും കേരള മെഡിക്കൽ റാങ്ക് ജൂൺ 14 നീറ്റ് റാങ്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് വരികയും ആ മാസം തന്നെ അവസാനത്തോടുകൂടി കേരള അലോട്ട്മെൻറ്റുകൾ ആരംഭിക്കുകയും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മുടെ കോളേജുകളിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റിലുമായിട്ട് ചേരുകയും ചെയ്യും. സെപ്റ്റംബർ ആദ്യമാണ് ഈ വർഷത്തെ അക്കാഡമിക് ഇയറിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമ്മളുടെ കേരളൈറ്റ് ആണെന്ന് തെളിയിക്കുന്ന, കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ ഉൾപ്പെടെ, നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ രേഖ ഉൾപ്പെടെ, നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ്റെ രേഖ ഉൾപ്പെടെ, നമ്മളുടെ മൈനോറിറ്റിയുടെയും റിസർവേഷൻ്റെയും എക്സ് സർവീസിൻ്റെയും സ്പോർട്സിൻ്റെയും എല്ലാവിധ രേഖകളും ഉൾപ്പെടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസും കേരള എൻട്രൻസ് കമ്മീഷണർ വിശദമായി പരിശോധിക്കുകയും ജൂൺ മാസത്തിൽ അത് നമുക്ക് വീണ്ടും പരിശോധിക്കാനുള്ള അവസരം തരികയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കീമിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ ആപ്ലിക്കേഷനിലൂടെ നടന്നു പോകുന്നത്. അത് ഈ 17-ാം തീയതി അവസാനിക്കുകയും ചെയ്യും. 17-ാം തീയതിക്കുള്ളിൽ, ഏപ്രിൽ 17-ാം തീയതിക്കുള്ളിൽ നമ്മളുടെ വേണ്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം, അതായത് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. പിന്നീട് സമുദായിക സംവരണവും മൈനോറിറ്റി റിസർവേഷന്, സ്പെഷ്യൽ റിസർവേഷന്, NRI എന്നിവ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അതാണ് 24-ാം തീയതി വരെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
17-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്ത് കേരളയുടെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം. ആ സബ്മിറ്റ് ചെയ്ത് അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്താലും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ 24-ാം തീയതി വരെ സമയമുണ്ടെന്നുള്ളതും ഓർമ്മയിലും ഇരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ സാർ, അതുപോലെ തന്നെ കീമിൽ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുന്നു, അപ്പോൾ അതിന് കറക്റ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ എപ്പോഴായിരിക്കും വരിക? ബാക്കി നമുക്കറിയാം, നമുക്കിപ്പോൾ JEE ചെയ്തവരുണ്ട്, CUET ചെയ്തവരുണ്ട്, നീറ്റ് ചെയ്തവരുണ്ട്, എല്ലാ ആപ്ലിക്കേഷൻ ചെയ്തവരുണ്ട്. അവർക്ക് ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ തീരുന്ന ദിവസം കഴിഞ്ഞിട്ടൊരു ഒരാഴ്ച സമയം പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കും. കാരണം പലപ്പോഴും ആദ്യം ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്യും, അത് കഴിയുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ആപ്ലിക്കേഷൻ തിരുത്താനുള്ളൊരു സാവകാശം കൊടുക്കാറുണ്ട്. പക്ഷേ കേരള എൻട്രൻസ് കമ്മീഷനുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുകയില്ല. കാരണം എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും അവർ തന്നെ വെരിഫൈ ചെയ്യുകയും ആവശ്യമുള്ളത് തിരുത്താൻ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്ത് തെറ്റിപ്പോയാലും അത് തിരുത്താനായിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് മാത്രമേ നമുക്ക് തിരുത്താനായിട്ടാവുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഏത് കാര്യമാണെങ്കിലും അത് പരിശോധിച്ചിട്ട് തെറ്റാണെങ്കിൽ അവർ നമ്മളെ അറിയിക്കുകയും അത് തിരുത്താനുള്ള സമയം അനുവദിക്കുകയും ചെയ്യും. അല്ലാതെ എല്ലാവർക്കും കയറിയിട്ട് തിരുത്താനായിട്ടോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടോ എന്തൊക്കെ ഡീറ്റെയിൽസാണ് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്തതെന്ന് അറിയാനായിട്ട് 24-ാം തീയതിക്ക് ശേഷം ഒരു അവസരം ഉണ്ടാവുകയില്ല. പകരം ഇതിൻ്റെ വെരിഫിക്കേഷൻ തീരുന്ന മുറയ്ക്ക് അത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുകയും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ജൂൺ മാസത്തിൽ സൈറ്റ് അവൈലബിൾ ആവുകയും നിക്കിയും 2024 കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരികയും ചെയ്യും. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റും അലോട്ട്മെൻറ്റ് നടപടികളുമൊക്കെ. സർ, അതുപോലെ തന്നെ കീമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിക്ക് പേര് തെറ്റിപ്പോവുകയാണ്, അപ്പോൾ അതെങ്ങനെയാണ് തിരുത്താനൊരു അവസരം ഉണ്ടാവുക? ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ആണ് രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് എൻ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് OTP വന്നിട്ട് രജിസ്ട്രേഷനിലോട്ട് കിടക്കുന്നത്. പിന്നീട് അത് തിരുത്താനായിട്ടൊരു അവസരമില്ല. ഇപ്പം അങ്ങനെ തെറ്റ് വന്നു എന്നിരിക്കട്ടെ, പക്ഷേ ആ തെറ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ശിവകുമാർ EP എന്നുള്ളതിൻ്റെ തെറ്റുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്തപ്പോഴും ശ്രദ്ധിച്ചില്ല എന്നിരിക്കട്ടെ. മെയ് അവസാനം, അതായത് ജൂൺ ആദ്യത്തെ ആഴ്ച കേരള കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോൾ അവർ തന്നെ മെമ്മോയിലൂടെ നമ്മളെ അറിയിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ പേരിന് കറക്റ്റാണോ എന്ന് അറിയാനായിട്ടുള്ള 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചല്ല ഈ പേരെങ്കിൽ അവർ നമ്മളെ അറിയിക്കുകയും ആ സമയത്ത് വീണ്ടും നമ്മളുടെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ കറക്റ്റ് പേര് ഉൾപ്പെടെയുള്ളത് ഇമെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. അവിടെ ഒരു മെമ്മോ അല്ല വരുന്നത്, പകരം തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇമെയിൽ അയക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇനി നമ്മളത് കണ്ടു, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ, അപ്പോൾ നമ്മൾ കാണാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവർ തന്നെ ഇത് കാണുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മളത് പേടിക്കേണ്ടതായിട്ടില്ല. ഇനി നമ്മൾ കണ്ടു എന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തു, ഇന്നലെ അപ്ലൈ ചെയ്തായിരുന്നു, ഇന്ന് നമ്മൾ കേരളയുടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് എടുത്തപ്പോഴാണ് നമ്മൾ 1-2 സ്പെല്ലിങ് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുന്നത് വിചാരിക്കുക. നമ്മുടെ പ്രോസ്പെക്ടസിനകത്ത് അവരുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, cek.info@ എന്ന് പറയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ്. ആ ഇമെയിലിനകത്തോട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നമ്മളുടെ ഡീറ്റെയിൽസ്, കറക്റ്റായിട്ടുള്ള പേര്, അതിൻ്റെ പ്രൂഫായിട്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ റെഫറൻസ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പോൾ അത് തിരുത്തി കിടക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. ഇപ്പം തെറ്റി, നമുക്കത് തിരുത്താനായിട്ട് അവസരമില്ല, നമ്മൾ പകരം ഇമെയിൽ ചെയ്തു. ഇനി മെയ് അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പം അത് തിരുത്തി കറക്റ്റായിട്ട് കിടക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും. സാർ, അതുപോലെ ഒരു സംശയം, നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ ഒരു പേര് കൊടുക്കുക, കീമിന് അപ്ലൈ ചെയ്തപ്പോൾ അറിയാതെ പേരിലൊരു ചെറിയ മാറ്റം വന്നു, അപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത അതേ പേര് തന്നെ കീമിന് അപ്ലൈ ചെയ്യുമ്പോഴും കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും നിബന്ധന ഉണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ നീറ്റിൻ്റെ വെബ്സൈറ്റ്, NTA വെബ്സൈറ്റും കേരളയുടെ വെബ്സൈറ്റും തമ്മിൽ ഇപ്പോൾ ഒരു വെരിഫിക്കേഷനും നടക്കുന്നില്ല. ജൂൺ 14-ാം തീയതി നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഏതാണ്ട് ജൂൺ 25-ഓടുകൂടിയാണ് കേരളത്തിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും നീറ്റിൻ്റെ റോൾ നമ്പറും എൻ്റർ ചെയ്യുകയും ഈ 2 ഡേറ്റയും കൂടെ ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഇത് രണ്ടും ഒന്നാണോ എന്ന് അവർ നോക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കും. ആ സമയത്ത് രണ്ടും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കും. അപ്പോൾ ആ സമയത്ത് അത് ഒന്നും അല്ലെങ്കിൽ പോലും അവിടെ നിന്ന് നീറ്റിൻ്റെ സൈറ്റിൽ നിന്ന് മാർക്ക് മാത്രമേ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. അവിടെ എന്ത് അപ്ലൈ ചെയ്തു, എന്ത് പേര് കൊടുത്തു, എന്ത് കാറ്റഗറി കൊടുത്തു, ഒന്നും നോക്കില്ല. അവിടുന്ന് മാർക്ക് മാത്രം എടുത്തുകൊണ്ടാണ് നമ്മുടെ കേരളയുടെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിച്ച് ആ സമയത്ത്
അവർ കറക്റ്റ് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. അവന് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അതിന് മുമ്പ് തന്നെ സമയം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നീറ്റിനും പറഞ്ഞിരുന്നത് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ കേരളയ്ക്കും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പേര് കൊടുക്കാൻ പറയുന്നത്. അപ്പം എന്നിരുന്നാൽ പോലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. സർ, അതുപോലെ തന്നെ കേരളയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഡേറ്റ് ഓഫ് ബർത്തിലെ ഇയറോ ഡേറ്റോ ഒക്കെ ആയിട്ട് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനെയൊക്കെ ബാധിക്കും? നമുക്കിപ്പം കീമിന് അപ്ലൈ ചെയ്തപ്പോൾ ഇപ്പോൾ പേര് പറഞ്ഞതുപോലെ തന്നെയാണ് ഡേറ്റ് ഓഫ് ബർത്തും. നമുക്ക് ഈ അഡ്മിഷൻ എടുക്കുന്ന വർഷം 17 വയസ്സാകണം എന്നുള്ളതാണ് നിയമം. 17 പൂർത്തിയാവേണ്ട, 17ലോട്ട് കടന്നാൽ മതി. അങ്ങനെ അതിനായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്യുന്നതും അതിൻ്റെ പ്രൂഫിനായിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം അവർ വെരിഫൈ ചെയ്യുന്നത് എന്താണ്? അവരിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാം അവർ വെരിഫൈ ചെയ്യുക, ഓരോരുത്തരുടെയും എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക. അപ്പം അവർ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് ആദ്യം നോക്കിക്കഴിയുമ്പോൾ പേര് സെയിം തന്നെയാണോ എൻട്രി ഇരിക്കുന്നത് നോക്കും. പേര് ശരിയല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ അവരത് മെമ്മോ ആഡ് ചെയ്യും. അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മെയ് അവസാനം വരുള്ളൂ. പക്ഷെ അതിപ്പോൾ തന്നെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞവരോട് ഇപ്പം തന്നെ അവരത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്തെ ഡേറ്റ് ഓഫ് ബർത്തും ഇവർ എൻട്രി ചെയ്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് തന്നെയാണോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തെറ്റാണെങ്കിൽ അവർ നമ്മളെ മെയിൽ അറിയിക്കും. ആ സമയത്ത് നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ മെമ്മോ അല്ല, നമ്മളത് ഇമെയിൽ ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെ ചെയ്യേണ്ടത്. ഇനി നമുക്കിപ്പോൾ തെറ്റെന്ന് തോന്നിയെന്ന് വിചാരിക്കും. ഇപ്പോൾ പേരിന് നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇയർ തെറ്റിപ്പോയി. 2004 വരെ 5 കൊടുത്തത്, അല്ലെങ്കിൽ മെയ് 2 പകരം നമ്മൾ മെയ് 3 എൻ്റർ ചെയ്ത് വെച്ചു. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പേരിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രോസ്പെക്ടസിൻ്റെ ഒന്നാമത്തെ പേജിൽ കിടക്കുന്ന ആ ഇമെയിൽ ഐ ഡിയിലോട്ട് നമ്മളുടെ ഡീറ്റെയിൽസും അനുബന്ധമായിട്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് പ്രൂഫിനായിട്ട് റെഫറൻസിനായിട്ട് നമ്മുടെ കേരളയുടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അയച്ചു കൊടുത്താൽ കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോൾ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കിടക്കുന്നത് കാണാം. നമ്മളത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, നമ്മൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ മെയ് മാസത്തിൽ അവർ നമ്മളെ അറിയിക്കുകയും ചെയ്യും. സാർ, ഇപ്പോൾ കീമിന് അപ്ലൈ ചെയ്ത സമയത്ത് സാർ ഇപ്പം പറഞ്ഞു 4 ടൈപ്പ് ഓഫ് കോഴ്സുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും മെഡിക്കൽ ആൻഡ് അലൈഡ്, എഞ്ചിനീയറിംഗ്, ബി.ഫാം, ആർക്കിടെക്ചർ. ഒരു കുട്ടിക്ക് തന്നെ ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ ഈ 4 കോഴ്സുകൾക്കും അപേക്ഷിക്കാം. അതെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാൻ ആ കുട്ടി മറന്നു പോവുകയാണെങ്കിൽ പിന്നീട് കോഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ധാരാളം കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ധാരാളം പേര് വിളിക്കുന്നുണ്ട്. നീറ്റ് എക്സാം എഴുതുന്നുണ്ട്, മെഡിക്കലിൽ നിന്ന് വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതുന്നുണ്ട് മെഡിക്കലിൽ നിന്ന് വെച്ചു, എഞ്ചിനീയറിംഗ് എന്ന് വെച്ചില്ല. ഇപ്പോഴാഗ്രഹമുണ്ട് എഞ്ചിനീയറിംഗ് കൂടെ ഒന്ന് വെക്കുമായിരുന്നെങ്കിൽ, ബി.ഫാം കൂടെ ഒന്ന് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ടും എടുത്തു. അപ്പം ഇനി എപ്പോഴാണ് ഈ കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള സമയം വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ആദ്യത്തെ അവസരം ഇപ്പോൾ ഈ ഏപ്രിൽ 17 ശേഷം ഏപ്രിൽ 24 വരെയുള്ള ആ സമയത്ത് ഒരവസരം വരും കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനായിട്ട്. ഏപ്രിൽ 17 ശേഷം ഒരാഴ്ച അനുവദിക്കും കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട്. മെഡിക്കലിൽ നിന്ന് ആഡ് ചെയ്യാം, എഞ്ചിനീയറിംഗിൽ നിന്ന് വേണേൽ കൊടുക്കാം, അല്ലെ ബി.ഫാം എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോഴ്സുകൾ കൂട്ടിച്ചേർക്കുകയും ആ പൈസ അടയ്ക്കുകയും ചെയ്യാം. എഞ്ചിനീയറിങ്ങിനും ബി.ഫാമിനും പിന്നെ അനുവദിക്കുകയില്ല. ഇനി നീറ്റെന്ന് വെച്ചു, മെഡിക്കൽ നമ്മൾ വെച്ചില്ല. ഈ കോഴ്സ് കൂട്ടിച്ചേർക്കേണ്ട സമയത്ത് നമ്മളത് മറന്നുപോയി. നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരവസരവും കൂടെ വരും. മെഡിക്കലിൽ നിന്ന് ആർക്കെങ്കിലും ഓപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജൂൺ 14 നീറ്റ് റിസൾട്ട് വരുന്നത്. അതിനു മുമ്പായിട്ട് മെയ് 5 ശേഷം ഒരവസരവും കൂടെ തരും മെഡിക്കലിൽ നിന്നുള്ള കോഴ്സ് കൂട്ടിച്ചേർക്കാനായിട്ട്. എഞ്ചിനീയറിംഗും ബി.ഫാമിനും ഇപ്പോൾ ഈ ഏപ്രിൽ 17 ശേഷം വരുന്ന ഒരവസരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സർ, അതുപോലെ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാന ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത് കേരളത്തിൽ ജനിച്ചിരിക്കണം. ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനതയും കേരളൈറ്റ് ആയിരിക്കണം. നേറ്റിവിറ്റി, അച്ഛനോ അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിക്കണം, ഇല്ലെങ്കിൽ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ നേറ്റിവിറ്റി സമർപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാം, ബാധകൾ? ഇപ്പോൾ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും 35% ആപ്ലിക്കൻസ്, അതായത് 1.5 ലക്ഷം കുട്ടികളാണ് കീമിന് അപ്ലൈ ചെയ്യുന്നത്. 35% കുട്ടികളുടെയും നേറ്റിവിറ്റിയുടെ ഡാറ്റ തെറ്റിപ്പോയ വർഷമുണ്ട്. അത് പ്രത്യേകം പത്രത്തിൽ വരത്ത് വരികയുണ്ടായി. പിന്നീട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇത്രയധികം ആൾക്കാരെ അവബോധം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നേറ്റിവിറ്റി എന്ന് നമുക്ക് പറഞ്ഞ് അവരുടെ കറക്റ്റായിട്ട് അവർക്ക് ആ രേഖ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 5% ആപ്ലിക്കൻസ് എന്നിട്ട് ഇപ്പോഴും ഈ നേറ്റിവിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കാറില്ല. വിദേശത്ത് ജനിച്ച കുട്ടിക്ക് കേരളത്തിലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ അങ്ങനെ തെറ്റിപ്പോയാൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു 5% ഇപ്പോഴും തെറ്റിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ തെറ്റിച്ചാൽ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നേറ്റിവിറ്റി എന്ന് പറയുന്നത്, അതായത് കേരളത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാനുള്ള അർഹത എന്ന് പറയുന്നത് അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കണം, അല്ലെങ്കിൽ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിക്കണമെന്നുള്ളതാണ്. അപ്പം ഇതിന് ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, നേറ്റിവിറ്റിയുടെ അവിടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് CBSE ISC കുട്ടികൾ അവർ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അറിയാതെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദേശത്താണ് കുട്ടി ജനിച്ചതെങ്കിലും കുട്ടിയുടെ നേറ്റിവിറ്റി കേരളത്തിൽ വന്ന് എടുക്കുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ വിദേശത്ത് ജനിച്ചെന്ന് പറയുന്ന പാസ്പോർട്ടൊക്കെ നേറ്റിവിറ്റിയുടെ കോളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേയധികം പേര്. അപ്പം അവർക്കൊക്കെ യഥാർത്ഥത്തിൽ ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തെറ്റാണ്. അപ്പം ഇപ്പം നമ്മളിത് അറിഞ്ഞു, നമ്മളിപ്പോൾ അപ്ലൈ ഒക്കെ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തായിരുന്നു, എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് കണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള നേറ്റിവിറ്റി എന്താണോ എന്നിങ്ങനെ ചെയ്യാം. നമുക്ക് കുട്ടി വിദേശത്താണ് ജനിച്ചതെങ്കിൽ എന്തൊക്കെയുണ്ട് മാനദണ്ഡം, അച്ഛൻ്റെയോ അമ്മയുടെയോ കേരളത്തിൽ ജനിച്ചെന്ന പ്രൂഫും കുട്ടിയുടെ 10ാം ക്ലാസ്സും കൂടെ ഒരുമിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ കേരള രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് ഫോം ഡൗൺലോഡ് ചെയ്യാം. ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് കേരളൈറ്റ് എന്ന് പറയുന്ന ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അച്ഛനോ അമ്മയോ ആരെങ്കിലും കേരളത്തിൽ ജനിച്ചെന്നുള്ളത് എഴുതി ഒപ്പിട്ട് മേടിക്കാം. അക്ഷയ വഴി കിട്ടൂല, നേരിട്ട് പോയി എഴുതി മേടിക്കണം. അത് വേണേൽ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണിത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ നമ്മൾ ഈ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മറ്റു പല കോളങ്ങൾ കിടപ്പുണ്ട് അല്ലേ, നമുക്കിത് എഡിറ്റ് ചെയ്യാൻ അവസരമില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്ത് അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്താൽ തിരിച്ച് നമുക്ക് ആ നേറ്റിവിറ്റിയുടെ കോളത്തിലോട്ട് പോകാൻ ഒരു മാർഗ്ഗവുമില്ല, അവിടെ പോയിട്ടത് ഡിലീറ്റ് ചെയ്യാനൊരു മാർഗ്ഗവുമില്ല. പകരം നമുക്ക് താഴോട്ട് 24-ാം തീയതി വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വേറെ അധികം ധാരാളം കോളങ്ങളുണ്ട്. എക്സ് സർവീസ്മാന്, NRI, ഇൻ്റർകാസ്റ്റ് മാരേജ്, രജിസ്റ്റേർഡ് ഫിഷർമാന്, അങ്ങനെയുള്ള ധാരാളം കോളങ്ങളിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ കറക്റ്റായിട്ടുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് മെയ് മാസം അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പം നമ്മുടെ കാൻഡിഡേറ്റിനകത്ത് നേറ്റിവിറ്റി കേരളൈറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മളത് അറിഞ്ഞില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മുടെ വിചാരം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണെന്നുള്ളത്, അങ്ങനെയാണെന്നിരിക്കട്ടെ, എന്നാൽ തെറ്റാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നമ്മളത് അറിഞ്ഞില്ലായിരുന്നെങ്കിലോ, മെയ് മാസം അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഒരു മെമ്മോയെ നമുക്ക് കിട്ടുന്നത്, നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന രേഖ പര്യാപ്തമല്ല, ഇത് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ മെമ്മോയ്ക്ക് മറുപടി കൊടുക്കണം, കറക്റ്റായിട്ടുള്ള നേറ്റിവിറ്റി അപ്ലോഡ് ചെയ്യണമെന്ന് പറയണം. ഈ സമയത്ത് തന്നെ നമ്മൾ മറ്റേതെങ്കിലും ഒരു കോളത്തിൽ കറക്റ്റായിട്ടുള്ളത് അപ്ലോഡ് ചെയ്താൽ മെമ്മോ വരില്ല, അതവർ തന്നെ സ്വീകരിക്കും. കാരണം ആ ഒരു ഡാറ്റാബേസ് ആ കുട്ടിയുടെ തന്നെ, അതവർ കറക്റ്റായിട്ടത് നേറ്റിവിറ്റിക്ക് വേണ്ടി എടുത്തോളൂ. ഇപ്പോൾ ഇൻകത്തിൻ്റെ അവിടെ കൊണ്ടാണ് നമ്മൾ നേറ്റിവിറ്റി അപ്ലോഡ് ചെയ്താലും നേറ്റിവിറ്റി അവർ കൃത്യമായിട്ട് എടുത്ത് നമ്മുടെ പ്രൊഫൈലിൽ അത് നേറ്റിവിറ്റി കേരളൈറ്റ് എന്നാക്കി തരും. നമ്മൾ അറിഞ്ഞേ ഇല്ലാത്ത കേസുകെട്ടിലാണെങ്കിലോ, മെയ് മാസം അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പോൾ അവർ നമ്മളോട് പറയും, നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന രേഖ കൃത്യമല്ല, ഡേറ്റ് തെറ്റാണ്, ഫോർമാറ്റ് തെറ്റാണ്, നിങ്ങളുടെ കുട്ടി വിദേശത്താണ് ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അർഹതയില്ല, അർഹത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയും. ആ സമയത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ 7 ദിവസം തരും. ഇനി നമ്മൾ ആ മെമ്മോയും മറന്നുപോയെന്ന് വിചാരിക്കുക, നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് തെറ്റായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. മെമ്മോ വരുന്ന സമയത്ത് നമ്മളിതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിക്കുക, നമ്മളതിന് മറുപടി ഒന്നും കൊടുത്തില്ലെന്നിരിക്കുക. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പം വിത്ത് ഹെൽഡ് എന്ന് കിടക്കും, നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയില്ല. പകരം നമ്മൾ അപ്പോഴും നമ്മൾ സമർപ്പിച്ചാൽ മതി, നമ്മുടെ റാങ്ക് ഓപ്പൺ ചെയ്തു തരും. അതുകൊണ്ട് നമുക്കിനി പല അവസരങ്ങളുണ്ട് ഇത് കറക്റ്റ് ചെയ്യാനായിട്ടെന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. സർ, അതുപോലെ തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിറ്റി റിസർവേഷൻ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ട് 27ഓളം റിസർവേഷനുകളാണ് കേരളത്തിൽ അർഹതപ്പെട്ടവർക്കായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ റിസർവേഷൻ സമർപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ EWS ആയിട്ടുള്ള ഒരു കുട്ടി അത് അറിഞ്ഞില്ല, അതിൻ്റെതായ ഒരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ ജനറൽ അപ്ലൈ ചെയ്തു. ഒത്തിരി പേരുണ്ട്, ഈ ഇടയ്ക്ക് ഒത്തിരി കുട്ടികൾ വിളിച്ചു അപ്ലൈ ചെയ്ത് ജനറൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ടും എടുത്തു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്താനൊക്കെ ആയിട്ട് സാധിക്കുന്ന? തീർച്ചയായിട്ടും. കാരണം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏത് റിസർവേഷനാണ്, ഈഴവയാണോ, മുസ്ലിമാണോ, EWS ആണോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അവിടെ നമ്മൾ വെക്കാൻ മറന്നുപോയി എന്നിരിക്കട്ടെ, നമുക്കിപ്പോഴും ഏപ്രിൽ 7-ാം തീയതി ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഏപ്രിൽ 24-ാം തീയതി വരെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി, നമുക്ക് ആ റിസർവേഷൻ കിട്ടും. നമ്മൾ EWS എന്ന് വെക്കാൻ മറന്നുപോയി, അല്ലെ ഈഴവ എന്ന് വെക്കാൻ മറന്നുപോയി, മുസ്ലിം എന്ന് വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ മൈനോറിറ്റി എന്ന് വെക്കാൻ മറന്നുപോയി, അല്ലെ NRI എന്ന് വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ എക്സ് സർവീസ് എന്ന് വെക്കാൻ മറന്നുപോയി, യാതൊരു കുഴപ്പവുമില്ല. 24-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ കൃത്യമായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചാൽ
അത് എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്യുകയും മെയ് മാസം അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പോൾ നമുക്കത് കാണാം. നമുക്ക് ആ റിസർവേഷൻ അനുവദിച്ച് കിടക്കുന്നത് കാണാം. EWS എന്നോ എക്സ് സർവീസ് എന്നോ സ്പോർട്സ് എന്നോ NRI എന്നോ മൈനോറിറ്റി എന്നോ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിലല്ല കാര്യം, 24-ാം തീയതിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ഇപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത് EWS എന്ന ഓപ്ഷൻ അവർ വെച്ചു, പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും പിന്നീട് അപ്ലോഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് അവർക്ക് ലഭിച്ചില്ല എന്നിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്, നമ്മൾ എന്താണ് കാറ്റഗറി എന്ന് പറയുന്നതിലല്ല കാര്യം, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതില കാര്യം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സാറ് ചോദിച്ച ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമാണ്. തിരിച്ചെന്നിരിക്കട്ടെ, നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ EWS എന്ന് പറഞ്ഞു, അല്ലെ ഈഴവ എന്ന് പറഞ്ഞു, അല്ലെ മുസ്ലിം എന്ന് പറഞ്ഞു, അല്ലെ മൈനോറിറ്റി എന്ന് പറഞ്ഞു, അല്ലെ എക്സ് സർവീസ് എന്ന് പറഞ്ഞു, അല്ലെ NRI വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടൂല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കറക്റ്റ് സമയത്തിന് 24-ാം തീയതിക്കുള്ളിൽ കിട്ടൂല. എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ മെയ് മാസം അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ വരുമ്പോൾ നമുക്ക് ഒരു ചാൻസ് തരും. നിങ്ങൾ അവിടെ EWS എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ല, വിത്തിൻ 7 days സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. നിങ്ങൾ NRI എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ല, നിങ്ങൾക്ക് മെമ്മോ വരും, 7 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ഏത് നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ ഉപോത്ഭകമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഒരവസരവും കൂടെ നമുക്ക് തരും. 24-ാം തീയതി ഒരു അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയ് മാസവും ജൂൺ മാസം ആദ്യവും നമുക്ക് ഒരവസരവും കൂടെ തരും. നിങ്ങൾ ഇന്നത് പറഞ്ഞു, പക്ഷേ ഇന്ന സർട്ടിഫിക്കറ്റ് അല്ല, അതിന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടൊരു അവസരം വരുന്നുണ്ട്. അതിൻ്റെ മെമ്മോ എന്ന് പറയും. ആ മെമ്മോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കും. സർ, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിനാവട്ടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനാവട്ടെ, അവർക്കൊക്കെ മൈനോറിറ്റി കോളേജുകൾ ഒരുപാട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ക്ലെയിം ചെയ്താൽ ഇപ്പോൾ അതാത് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കൊക്കെ ലഭിക്കുന്ന മുൻഗണനകളൊക്കെ എന്തൊക്കെയാണ്? കാരണം ഒത്തിരി കുട്ടികൾക്കുള്ള മറ്റൊരു സംശയമാണിത്. കാരണം ഇപ്പോൾ നല്ല രീതിയിൽ മാർക്ക് മേടിക്കുന്നുണ്ട്, 550, 600 ഒക്കെ മാർക്ക് മേടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തിനാണ് മൈനോറിറ്റിയുടെ ആവശ്യം? എനിക്ക് അല്ലാതെ തന്നെ സീറ്റ് കിട്ടുമല്ലോ. ഇപ്പോൾ 550 കിട്ടുന്നൊരു കുട്ടിയെ സംബന്ധിച്ചോളം സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടും. പിന്നെ എന്തിനാണ് മൈനോറിറ്റി വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നമുക്ക് ജൂൺ 14-ാം തീയതി നീറ്റിൻ്റെ റിസൾട്ട് വരുമ്പം 600 മാർക്കാണ് കിട്ടുന്നതെന്നിരിക്കട്ടെ. നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 19 കോളേജിൽ കേരളത്തിൽ ഏത് കോളേജും കിട്ടും. 600 കിട്ടുന്നതെങ്കിൽ അതൊരു ഏകദേശം ഒരു ധാരണ മുൻ വർഷങ്ങളിലെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ മൈനോറിറ്റി സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജുകളിലില്ല, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേ ഉള്ളൂ. അപ്പം 600 കിട്ടുന്നത്, അല്ലെങ്കിൽ 600 മുകളിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഏത് കോളേജിലും കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കിട്ടും. നമുക്ക് 580 മാർക്കായി പോയെന്നിരിക്കട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ കിട്ടൂല. പകരം നമുക്ക് ആദ്യത്തെ 580 മുകളിലുള്ള മാർക്കുകാർക്കൊക്കെ കൊടുത്തതിന് ശേഷമുള്ള കോളേജ് നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ അവിടെ മൈനോറിറ്റി എന്ന് വെച്ചിരുന്നെങ്കിലോ നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ പ്രവേശനം കിട്ടിയേനെ. 550 മാർക്കേ ഉള്ളൂ. നമുക്ക് മുകളിലുള്ള എല്ലാവർക്കും ഒരു സീറ്റ് തന്നിട്ടേ നമുക്കൊരു സീറ്റ് തരുള്ളൂ. നേരെ മറിച്ച് മൈനോറിറ്റിയും കൂടെ വെച്ചിരുന്നെങ്കിലോ നമുക്ക് ആ മുൻഗണനയും കൂടെ കിട്ടിയേനെ. നമുക്ക് 500 മാർക്കേ ഉള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ സീറ്റ് കിട്ടും. പക്ഷെ മൈനോറിറ്റി വെച്ചിരുന്നെങ്കിലോ 100% ഉറപ്പായിട്ട് കിട്ടും. അത് ഇവരുദ്ദേശിക്കുന്നതിനേക്കാളും ഇവർക്ക് താല്പര്യമുള്ള കോളേജ് കിട്ടും. 450 മാർക്കായി പോയെന്ന് വിചാരിക്കുക, കേരളത്തിൽ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റുകളും മെറിറ്റിൽ കിട്ടൂല. പകരം മൈനോറിറ്റി വെച്ചിരുന്നെങ്കിലോ ഉറപ്പായിട്ടും മൈനോറിറ്റി സീറ്റ് കിട്ടിയേനെ. മൈനോറിറ്റി സീറ്റും മെറിറ്റ് സീറ്റും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. മെറിറ്റിന് 7.5 ലക്ഷം ആണെങ്കിൽ മൈനോറിറ്റിക്ക് 7 ലക്ഷം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതേ സീറ്റ് തന്നെ നമുക്ക് കിട്ടുമായിരുന്നത് ഇല്ലാതെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 100% നമുക്കിപ്പോൾ ഏത് റേഞ്ച് നിൽക്കുന്ന കുട്ടിയാണെങ്കിലും മൈനോറിറ്റി വെക്കുന്നതാണ്. അതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. അതൊരു മാനേജ്മെൻറ്റ് സീറ്റോ വളരെയധികം ഉയർന്ന ഫീസ് കിട്ടുന്ന സീറ്റൊന്നും അല്ല. ഇതേ ഫീസ് സ്ട്രക്ചറിലുള്ള ഇതേ നിയമങ്ങളുള്ള ബാങ്ക് ലോൺ കിട്ടുന്ന, ഇപ്പം പലർക്കും പേടിയുണ്ട്. കാരണം മൈനോറിറ്റി അനുസരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ? കാരണം നമുക്കിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം നീറ്റിൻ്റെ മാർക്ക് എത്രയാണെങ്കിലും അതൊരു MBBS കിട്ടാനുള്ള സാഹചര്യമാണെങ്കിൽ എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് ധാരാളം സാധ്യതകൾ, എഡ്യൂക്കേഷൻ ലോണൊക്കെ ധാരാളം കിട്ടാനുള്ള ഈ സാഹചര്യത്തിൽ നമുക്കത് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം മെറിറ്റ് സീറ്റ് കിട്ടിയാലേ കിട്ടുകയുള്ളൂ, മൈനോറിറ്റി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതും മെറിറ്റ് സീറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സീറ്റുകളും കിട്ടും. കാരണം ഇപ്പോൾ കേരളത്തിൽ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്ന നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സീറ്റ് ഇല്ല. എല്ലാം റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന സീറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനും എല്ലാവിധ അംഗീകാരവും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മൈനോറിറ്റി വെക്കുന്നതാണ്
ഏറ്റവും അഭികാമ്യം. സാറ് ഒരുപാട് വട്ടം പരാമർശിച്ചൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മുടെ പുതിയതായിട്ട് ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായിട്ടും മൈനോറിറ്റിയെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാർ, ഇപ്പോൾ മൈനോറിറ്റി കോളേജസുകളൊക്കെ എവിടെയാണ് ഉള്ളത്? കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളാണ്, 6 മുസ്ലിം കോളേജുകളുമാണ്. ഈ കോളേജുകളിൽ അതാത് സമുദായത്തിലുള്ളവർക്കാണ് 35% സീറ്റുകൾ 7.5 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് അലോട്ട് ചെയ്യപ്പെടുന്നത്. ആ സീറ്റിനെയാണ് മൈനോറിറ്റി സീറ്റ് എന്ന് പറയുന്നത്. അതിന് ഇപ്പോൾ കീമിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ എന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അത് മതി. ഇനി ഏതെങ്കിലും ഒരു TCയിലോ ഏതെങ്കിലും ഒരിടത്ത് ക്രിസ്ത്യൻ എന്നുള്ളതുണ്ടെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് എഴുതി മേടിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അക്ഷയയിൽ നിന്ന് കിട്ടുന്ന മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ ഏതാണെങ്കിലും മതി. ഈ മൈനോറിറ്റി സീറ്റും കൂടെ നമുക്കൊന്ന് അംഗീകാരമാക്കി ഇടാൻ. അതിന് ഓപ്ഷൻ കൊടുക്കണോ? ഇനി നല്ല മാർക്കുണ്ടെങ്കിൽ ഇപ്പം 650 മാർക്കുണ്ട്, ഈ മൈനോറിറ്റി അനുസരിച്ച് പോകണോ? വേണ്ട, ഗവൺമെൻറ് സീറ്റ് കിട്ടും. ഏത് കോളേജും കിട്ടും 650 മാർക്ക് കിട്ടിയാൽ. അപ്പോൾ പിന്നെ മൈനോറിറ്റിക്ക് പോകണോ? വേണ്ട, ഗവൺമെൻറ് സീറ്റ് തന്നെ കിട്ടും. അപ്പം നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട്. മുസ്ലിം സമുദായത്തിലാണ് 6 കോളേജുകളുണ്ട്. ഇപ്പോൾ OBC NCയിലുള്ളവരെല്ലാം മൈനോറിറ്റിയാണ്. മൈനോറിറ്റി എസ് എന്ന് വെക്കുകയും അതേ NCയിൽ തന്നെ മൈനോറിറ്റിയുടെ കോളത്തിൽ അപ്ലോഡ് ചെയ്താൽ ഈ 6 കോളേജുകളിലും 30% മൈനോറിറ്റിയിലും പരിഗണിക്കും. ഇതേ സീറ്റുകൾ തന്നെയാണ്, ഈ 7 ലക്ഷത്തിൻ്റെ സീറ്റ് തന്നെയാണ് മൈനോറിറ്റിയും. അപ്പം നമ്മുടെ സാധ്യതകളെ ഒന്നും കൂടെ കൂടുതൽ പ്രയോജനകരമാക്കുന്നു മാത്രമേ ഉള്ളൂ മൈനോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സാർ, അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നല്ലൊരു സ്കോർ കരസ്ഥമാക്കണം. ആ വിദ്യാർത്ഥി NRI ആണെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടും എന്നൊക്കെ സാർ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ NRI എന്നൊരു ഓപ്ഷൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും, കാരണം കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകൾ മെഡിക്കൽ ആൻഡ് അലൈഡ് എന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ് NRI ഓപ്ഷൻ വരുന്നത്. എഞ്ചിനീയറിങ്ങിന് അതാത് കോളേജുകൾ വഴി നേരിട്ട് അപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത്. മെഡിക്കലിൽ MBBSനും BDSനും NRI സീറ്റ് ഉണ്ട്. അത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് കോളേജുകളിൽ എങ്ങും NRI സീറ്റുകളില്ല. സാധാരണ ഒരു കോളേജുകളിലെ ഫീസ് 85% സീറ്റുകൾക്ക് എത്ര ഫീസ്? 7 മുതൽ 7.5, 8, 8.5, 9 അങ്ങനെ ഓരോ കോളേജിലും ഓരോ ഫീസാണ്. അവരുടെ വാർഷിക ചെലവനുസരിച്ചാണ് സാധാരണ 85% ഫീസ്. 15% സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലാണ് NRI സീറ്റുകളുള്ളത്. 21 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള അച്ഛൻ്റെ സഹോദരങ്ങളോ അവരുടെ മക്കളോ അമ്മയുടെ സഹോദരങ്ങളോ അവരുടെ മക്കളോ അങ്ങനെ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ സ്പോൺസർ ചെയ്താലും നമുക്കൊരു NRI സീറ്റിനുള്ള അർഹതയുണ്ടാവും. അച്ഛൻ വേണം, അമ്മ വേണം, നമ്മളവിടെ വർഷങ്ങളായിട്ടുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള ധാരണകൾ അതൊന്നുമല്ല. രക്തബന്ധമുള്ള ആരുണ്ടെങ്കിലും നമുക്ക് NRI സീറ്റിന് വേണമെങ്കിൽ അപേക്ഷിക്കാം. അപ്പോൾ ഇനി NRI അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ EWS കിട്ടുമോ അല്ലെങ്കിൽ OBC കിട്ടുമോ? കാരണം OBC എന്ന് പറയുമ്പോൾ 8 ലക്ഷത്തിൽ താഴെ വരുമാനമായിരിക്കണം. അപ്പം നമ്മൾ വിദേശത്താണെന്ന് അവരറിയുകയല്ലേ. വിദേശത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സംവരണങ്ങൾ കിട്ടാതെ പോകുമോ? അങ്ങനെയൊന്നും നിയമമില്ല. രക്തബന്ധത്തിലുള്ള ആർക്ക് വേണമെങ്കിൽ NRI സ്പോൺസർ ചെയ്യാമല്ലോ. അപ്പം NRI സ്പോൺസർ എല്ലാവരും NRI സീറ്റ് വെക്കണം എന്നല്ല കേട്ടോ. NRIക്ക് വളരെ ഉയർന്ന ഫീസാണ്, 21 ലക്ഷമാണ്. ഏറ്റവും മിനിമം മാർക്കായിട്ടുള്ള ഒരു 150 200 മാർക്ക് കിട്ടിയാലും 21 ലക്ഷത്തിന് NRI സീറ്റ് ഉണ്ടെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം എല്ലാവരും 7.5 ലക്ഷത്തിൻ്റെ ഫീസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. പലരും ചോദിക്കാറുണ്ട്, സാറേ എനിക്ക് ഈ വർഷം തന്നെ എനിക്കൊരു 550 മാർക്ക് കിട്ടി, അപ്പം ഞാൻ സെൽഫ് ഫിനാൻസിങ് സീറ്റ് എടുക്കണോ അതോ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അവിടുത്തെ ഒരു ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് നോക്കണമെന്ന് ചോദിക്കാറുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം, ആ 7.5 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഒതുങ്ങുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കണമെന്നേ നമ്മൾ പറയാറുള്ളൂ. കാരണം അടുത്ത വർഷത്തെ സാഹചര്യങ്ങൾ നമുക്കറിയില്ല, അതുകൊണ്ട് എടുക്കണമെന്നേ പറയാറുള്ളൂ. പക്ഷേ NRI സീറ്റ് ഒരിക്കലും അങ്ങനെ എടുക്കണം നമ്മൾ പറയാറില്ല. കാരണം ഏതാണ്ട് 1 കോടിക്ക് അടുത്ത് വരും MBBSൻ്റെ ഫീസ് തന്നെ. അപ്പം അത് അവനവന് പാങ്ങുള്ളവരും അങ്ങനെ ആഗ്രഹമുള്ളവരും അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ സീറ്റ് ഉണ്ട്. 21 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് ഈ 19 കോളേജുകളിലും സീറ്റുണ്ട്. ഏറ്റവും മിനിമം മാർക്ക് കിട്ടിയാൽ പോലും കേരളത്തിലൊരു MBBS പ്രവേശനം കിട്ടുന്നതാണ് NRI സീറ്റ്. അപ്പം ഗുണങ്ങളേ ഉള്ളൂ. എടുക്കാൻ പറ്റുന്നവർക്ക്, എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു നെഗറ്റീവുമില്ല. ഒരു കുട്ടിക്ക് NRI സീറ്റ് എടുക്കാൻ NRI വെച്ചു, അയാൾക്ക് 650 മാർക്കുണ്ട്, അയാൾ ഗവൺമെൻറ് കോളേജ് മാത്രം ഓപ്ഷൻ വെച്ചാൽ മതി, NRI എന്ന് പറയണ്ട. ഒരാൾക്ക് 550 മാർക്കുണ്ട്, അദ്ദേഹത്തിന് ആ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, 21 ലക്ഷം രൂപയൊന്നും കൊടുത്ത് MBBSന് വിടാനുള്ള സാഹചര്യം ഇല്ല, ഓപ്ഷൻ വെക്കണ്ട.
ഇപ്പം നമ്മൾ NRI അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചാൽ NRI സീറ്റ് മാത്രമല്ല കിട്ടുക, 7 ലക്ഷത്തിൻ്റെ സീറ്റ് കിട്ടും. അതിന് പോയാൽ മതി. ഒരാൾക്ക് 400 മാർക്കേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ MBBS കിട്ടാനുള്ള സാഹചര്യം ഇല്ല. തൽക്കാലം 21 ലക്ഷം കൊടുത്തു പോകാനുള്ളൊരു പാങ്ങ് അവനവനുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാം. അപ്പോൾ NRI വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു കോളേജും കിട്ടില്ല. അലോട്ട്മെൻറ്റ് സമയത്ത് ഗവൺമെൻറ്റും സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ മെറിറ്റും ഒക്കെ വെക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ NRIയുടെ ഓപ്ഷനും കൂടെ വെച്ചാൽ മാത്രമേ അമല NRI, ജൂബിലി NRI, MES NRI, ട്രാവൻകൂർ NRI, ഗോകുലം NRI, ശ്രീനാരായണ NRI എന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് ആ സീറ്റ് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ ആപ്ലിക്കേഷനിൽ NRI എന്ന് വെച്ച് കഴിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് NRI തരില്ല. ഇന്നലെ ഒരു പേരൻറ്റ് ചോദിച്ചു, സാറേ NRI എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് NRIക്കാരെ അല്ലേ താല്പര്യം, അപ്പോൾ അവർ പരീക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ വിളിച്ച് NRI സീറ്റിങ് തന്നു കഴിഞ്ഞാൽ എൻ്റെ അർഹതയെല്ലാം പോവില്ലേ എന്ന് ചോദിച്ചു. ന്യായമായൊരു സംശയമല്ലേ. NRI എന്ന് വെച്ചു, അപ്പോൾ അവർ കണ്ടു നമ്മൾ NRI എന്ന് വെച്ചിരിക്കുന്നത്. നീറ്റ് റിസൾട്ട് കഴിയുമ്പോഴേ ഇദ്ദേഹം വേറെ എങ്ങും പോയി അഡ്മിഷൻ എടുക്കരുതെന്ന് വിചാരിച്ച് NRI സീറ്റ് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് തന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ തരികയല്ല ചെയ്യുന്നത്. ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്ന്, ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് വന്ന്, ജൂലൈ 20 നമ്മൾ കേരളയുടെ സൈറ്റിൽ ഓപ്ഷനുകൾ കൊടുക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ, ഗോകുലം, MES, ട്രാവൻകൂർ, അമല, ജൂബിലി, നമുക്ക് താല്പര്യമുള്ളതെല്ലാം നമ്മളിങ്ങനെ പ്രിഫറൻസ് ഓർഡറിൽ നമ്മൾ അങ്ങോട്ട് പറയൂ എൻട്രൻസ് കമ്മീഷനോട്. അതിനനുസരിച്ച് നമ്മളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ അനുസരിച്ച് നമുക്കിപ്പോൾ 1000ാമത്തെ റാങ്ക് ആണെങ്കിൽ 999 പേർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ പരിഗണിക്കും. നമ്മളുടെ ഏറ്റവും ആദ്യത്തെ അർഹതയുള്ള സീറ്റ് തരികയും ചെയ്യും. അവിടെ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ നമ്മൾ പറയുക ഇന്ന കോളേജിലെ NRIയും വേണം. അപ്പോൾ നമ്മൾ ആദ്യം മെറിറ്റിൽ എന്ത് പറഞ്ഞു, നമ്മൾ ഗോകുലെന്നും ശ്രീനാരായണ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ NRI തരുമോ? അങ്ങനെയും തരില്ല. അങ്ങനെ വെച്ചിരിക്കുന്ന സീറ്റെല്ലാം മെറിറ്റ് സീറ്റുകളാണ്, അതായത് 7 ലക്ഷത്തിൻ്റെ സീറ്റുകളാണ്. ഓരോ ഓപ്ഷന് നേരെ ഫീസുണ്ട്. ഓരോ കോളേജിന് നേരെ ഫീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മുടെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഉടനെ NRI എടുത്ത് തരുമോ? ഇല്ല. നമ്മൾ ആ 7 ലക്ഷത്തിൻ്റെ സീറ്റുകളെല്ലാം വെച്ചിട്ട് NRI എവിടെയാണോ വെക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ NRI പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ NRI വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോളേജും കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ആ സമയത്ത് അങ്ങനെ ഒരു പാങ്ങുണ്ട്, 21 ലക്ഷം രൂപ മുടക്കാൻ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ NRI എന്ന് വെക്കുന്നത്. NRI എന്ന് വെച്ച് വിചാരിച്ചുകൊണ്ട് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിനോ സ്വകാര്യ കോളേജുകളിൽ 7 ലക്ഷത്തിൻ്റെ സീറ്റ് കിട്ടുന്നതിനോ ഇനി ഇതൊന്നും നമ്മൾ വെച്ചില്ലെങ്കിൽ അഗ്രികൾച്ചറിനോ വെറ്റിനറിക്കോ കിട്ടുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. നമ്മൾ NRI എന്ന് വെച്ചു, നമ്മൾ ഗവൺമെൻറ് കോളേജും സെൽഫ് ഫിനാൻസിങ് കോളേജും മാത്രമേ വെച്ചുള്ളൂ, 7 ലക്ഷത്തിൻ്റെ വെച്ചുള്ളൂ, NRIയുടെ ഓപ്ഷൻ വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഗ്രികൾച്ചർ വെറ്റിനറി കിട്ടാതെ പോകുമോ? ഇല്ല. നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ ഉണ്ടെങ്കിൽ മാത്രമേ NRIയിൽ പരിഗണിക്കുകയുള്ളൂ. ഏത് സമയത്താണ്? ജൂലൈ അവസാനം കേരളത്തിൻ്റെ സൈറ്റിൽ നമ്മൾ ഓപ്ഷനുകൾ കൊടുക്കുമ്പം NRI കൊടുത്താൽ മാത്രമേ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ആപ്ലിക്കേഷനിൽ NRI എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കോളേജിലും NRI സീറ്റ് മാത്രമാവില്ല. നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് ഓർഡറിൽ NRI ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ എൻട്രൻസ് കമ്മീഷൻ ആ സീറ്റിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. മുഴുവൻ സീറ്റുകളും കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ 12ഉം സ്വകാര്യ മെഡിക്കൽ കോളേജ് 19ഉം മുഴുവൻ സീറ്റും കേരള എൻട്രൻസ് കമ്മീഷൻ തന്നെയാണ് അലോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു NRI സീറ്റ് ഒരു കോളേജിനും നൽകാനാവില്ല. എൻട്രൻസ് കമ്മീഷൻ അലോട്ട്മെൻറ്റിലൂടെയാണ് തരുന്നത്. അവിടെ റാങ്കിനാണ് പ്രാധാന്യം. അല്ലെങ്കിൽ മറ്റുള്ള സീറ്റുകൾക്ക് കമ്മ്യൂണിറ്റി റിസർവേഷനാണ് പ്രാധാന്യം. NRIക്ക് റിസർവേഷൻ ഇല്ലല്ലോ. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും അവരവരുടെ കോളേജുകളിൽ മൈനോറിറ്റി സീറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. NRIക്കകത്തും മൈനോറിറ്റി ഉണ്ട്. NRIക്കകത്തുള്ള 15%-ൽ 35% ക്രിസ്ത്യൻസിനും 30% മുസ്ലിംസിനും അവരവരുടെ കോളേജിൽ കൊടുക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഒരു ബാക്കപ്പ് ഓപ്ഷനാണ് ഇതെല്ലാം. അതിൽ ഇനി ഒരു കാരണം, ഇപ്പോൾ ഒരു വിദേശത്താണ്, NRI ആണ്, അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് NRI ആണ്, കുട്ടി പഠിച്ചതും ജനിച്ചതും ഒക്കെ വിദേശത്താണ്. ഇവിടെ നിർബന്ധമായിട്ട് NRI എന്ന് വെക്കണമെന്നുണ്ടോ? വേണ്ട. ഒരു കാരണവശാലും ഞാൻ 21 ലക്ഷം രൂപയുടെ MBBSന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ NRI വെക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ആഗ്രഹം ഒരു ലെവലേശമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, നമുക്കൊന്നും കിട്ടാത്ത സാഹചര്യത്തിലാണെങ്കിലും ഒരു NRI സീറ്റ് ആണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ NRI എന്ന് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ NRI ആണെന്ന് വിചാരിച്ച് അത് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇല്ല. സാർ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പരാമർശിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചില കമ്മ്യൂണിറ്റികൾക്ക് ഫീസ്
ഇല്ല എന്നുള്ളൊരു കാര്യം. തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പോൾ ചില കോളേജുകൾ കമ്മ്യൂണിറ്റികൾക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന് തന്നെ ഫീസും കൂടെ കാണിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. നമ്മളുടെ എല്ലാ ഓപ്ഷനും നേരെ ഫീസുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തതെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ട് 23,200 രൂപ. എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അതാ ഫീസ് 23,200 രൂപ. സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മൾ SUT നിന്ന് തിരഞ്ഞെടുത്താൽ 7.5 lakhs അതിൻ്റെ നേരെ ഉണ്ട്. മൈനോറിറ്റി കോളേജാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ ആ ഫീസുണ്ട്. ഏത് കോളേജ് ഏത് കോഴ്സ് എടുത്താലും അതിൻ്റെ നേരെ അയാൾ അടയ്ക്കേണ്ട മൊത്തത്തിലുള്ള ഫീസല്ല, ആ വ്യക്തിയുടെ അർഹതയ്ക്കനുസരിച്ച് അയാൾ അടയ്ക്കേണ്ട ഫീസ്. അപ്പോൾ ഓരോ വ്യക്തിക്കനുസരിച്ച് ഓരോ ഫീസാണോ? അല്ല, ഒന്നെങ്കിൽ ഫീസുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അയാൾ ആ കോളേജിൽ അയാൾ അടയ്ക്കേണ്ട ഫീസ് അവിടെ വ്യക്തമായിട്ട് കാണിക്കുക, എന്നിട്ട് മാത്രം ഓപ്ഷനിലോട്ട് പോയാൽ മതി. അപ്പം അങ്ങനെ ഒരു അപകടം ഒരിക്കലും ഉണ്ടാവില്ല. സർ, അങ്ങനെയെങ്കിൽ ഫീസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കാം ചെയ്യേണ്ടത്? ശരിയാണ് സാർ, മുമ്പ് പറഞ്ഞ പോലെ കുറേ അധികം കമ്മ്യൂണിറ്റികൾക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടാത്തതായിട്ടുണ്ട്. SC വിഭാഗം യാതൊരുവിധ ട്യൂഷൻ ഫീസും ഇല്ല. ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ 23,200 അടയ്ക്കേണ്ട. സ്വകാര്യ കോളേജാണെങ്കിൽ 7,50,000 1 രൂപ പോലും അടയ്ക്കേണ്ട. ST വിഭാഗം ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഇല്ല. കുടുംബി വിഭാഗം, കുശവൻ വിഭാഗം, ധീവര വിഭാഗം 1 രൂപ പോലും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസ് ഇല്ല. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലെ EC എലിജിബിൾ കമ്മ്യൂണിറ്റി OEC റിസർവേഷൻ ഉള്ളവർ 1 രൂപ പോലും ട്യൂഷൻ ഫീസ് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും അടയ്ക്കേണ്ടതായിട്ടില്ല. എങ്ങനെയാണ് ഈ ഫീസ് ഒഴിവാക്കുന്നത്? നമ്മളിപ്പോൾ കീമിന് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ SC ST വിഭാഗത്തിന് ആ റിസർവേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. മെയ് മാസം അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോൾ എൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് SC എന്നുണ്ടെങ്കിൽ, ST എന്നുണ്ടെങ്കിൽ, KU കുടുംബി എന്നുണ്ടെങ്കിൽ, KN കുശവൻ എന്നുണ്ടെങ്കിൽ, ധീവര DV എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇതെല്ലാം കിട്ടുമോ? ഇല്ല. ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൻ്റെ സമുദായത്തിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് ഓരോ ജാതി കാണിക്കുകയുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ ജാതിയിൽ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷൻ വഴി ഏതൊക്കെ ഓപ്ഷൻ കൊടുത്താലും അവിടെ ഒന്നും ട്യൂഷൻ ഫീസ് ഇല്ല. അത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. നമ്മളായിട്ട് പിന്നെ വീണ്ടും എടുത്ത് പറയണ്ട, ഫീസ് ഒഴിവാക്കണം എന്നൊന്നും പറയണ്ട. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗമാണെങ്കിലോ അതിനകത്ത് അവർ വരുമാന സർട്ടിഫിക്കറ്റും കൂടി ഇപ്പം കേരളയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ, ആദ്യം ഞാൻ പറഞ്ഞ ധീവര കുടുംബി കുശ വിഭാഗത്തിനൊന്നും വരുമാനം നോക്കുന്നില്ല. അവർ എത്ര വരുമാനമാണെങ്കിലും അവർക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാം. എന്നാൽ OEC വിഭാഗത്തിന് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ 1-2 വിഭാഗങ്ങളുണ്ട് EC എലിജിബിൾ കമ്മ്യൂണിറ്റി. അവർക്കൊക്കെ 6 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അവർക്ക് എന്ത് കാണിക്കും? ഈ ട്യൂഷൻ ഫീസ് കാണിക്കുന്ന സ്ഥലത്ത് 0 എന്ന് കാണിക്കും. അപ്പം ഫീസ് ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യണ്ട, പകരം അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാകും. സാർ, അതുപോലെ ഈ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ ഇപ്പോൾ എക്സ് സർവീസ്. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിക്ക് അപ്പുറത്ത് സ്പെഷ്യൽ റിസർവേഷനുകൾ ധാരാളമുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും, കാരണം നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി അതിനകത്ത് പറയുകയും അതിൻ്റെ ബദലായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താലും മതിയാകും. ഈ സ്പെഷ്യൽ റിസർവേഷൻ എന്നൊരു കാറ്റഗറി ഉണ്ട് കേരളത്തിൽ. എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ സ്പോർട്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്ക്, ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക യുദ്ധസമാന സാഹചര്യത്തിൽ മരണപ്പെടുകയോ കാണാതാവുകയോ അംഗവൈകല്യം ചെയ്യുകയോ അവരുടെ മക്കൾക്കായിട്ട്, അതുപോലെ തന്നെ +1 +2 സമയത്ത് സ്പോർട്സിൻ്റെ സ്റ്റേറ്റ് ലെവലോ നാഷണൽ ലെവലോ ഇൻ്റർനാഷണൽ ലെവലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസർവേഷൻ, അങ്ങനെ സ്പെഷ്യൽ NCC +1 +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് NCCയിലുണ്ടെങ്കിൽ അങ്ങനെ ധാരാളം സ്പെഷ്യൽ റിസർവേഷനുകളുണ്ട്. ഇതിന് നമ്മൾ കേരളയുടെ സൈറ്റിൽ പറയുകയും ചെയ്യണം, ഒപ്പം ചില വിഭാഗത്തിന് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. സ്പോർട്സിനാണെങ്കിൽ പറഞ്ഞാൽ മതി, ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ട, പകരം അക്നോളജ്മെൻറ്റ് സ്ലിപ്പും സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കൂടെ കൂട്ടിയിട്ട് ദ സെക്രട്ടറി സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചു കൊടുത്താൽ മതി. NCC ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടത്, പറഞ്ഞാൽ മതി NCC ആണെന്ന് പറയുകയും കേരളത്തിൻ്റെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പും NCCയുടെ സർട്ടിഫിക്കറ്റും കൂടെ ജില്ലാ NCC ഓഫീസിൽ കൊടുത്ത് തിരുവനന്തപുരത്തിന് അത് ഫോർവേഡ് ചെയ്താൽ മതി. ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കീമിനകത്ത്. എന്നാൽ അതല്ലാത്ത എക്സ് സർവീസ്മെൻ നമ്മളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ പോയി ഒപ്പിട്ടിട്ട് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്താലേ XS എന്ന് പറയുന്ന റിസർവേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ ജോലി ചെയ്യുന്നതിനിടയിൽ മരണപ്പെടുകയോ യുദ്ധസമാന സാഹചര്യത്തിൽ മരണപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ
അവർ ഏത് ഓഫീസിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. സർ, അതുപോലെ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ എഞ്ചിനീയറിങ്ങിനും നീറ്റിനും അതുപോലെ തന്നെ ബിഫാമിനും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതെ, ഒരാൾക്ക് 4 കോഴ്സ് വരെ കൊടുക്കാം. മെഡിക്കൽ ആൻഡ് അലൈഡ്, MBBS, BDS, വെറ്ററിനറി, അഗ്രികൾച്ചർ, ഹോമിയോ എന്നൊക്കെയുള്ള കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് സ്ട്രീം മൊത്തം, ബിഫാം സ്ട്രീം മൊത്തം, ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും, ആർക്കിടെക്ചറിൻ്റെ ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും, അങ്ങനെ ധാരാളം ഈ 4 കോഴ്സുകൾക്കും ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കീം എഞ്ചിനീയറിങ്ങിലൂടെ കിട്ടുന്നൊരു വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ MBBS സീറ്റ് നഷ്ടപ്പെടുന്നൊരു സാധ്യത അങ്ങനെ? തീർച്ചയായിട്ടും ചിലർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് പലരും എഞ്ചിനീയറിംഗ് വെക്കാറില്ല. കാരണം എഞ്ചിനീയറിംഗിന് അലോട്ട്മെൻറ്റ് ആദ്യം നടക്കും. കേരളത്തിലെ മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റിന് മുമ്പ് എഞ്ചിനീയറിംഗിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടുകയും എഞ്ചിനീയറിംഗിന് ഒരു സീറ്റ് കിട്ടിയാൽ പിന്നെ മെഡിക്കൽ പരിഗണിക്കുകയില്ലെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഇല്ല, അങ്ങനെ ഇല്ല. നമ്മുടെ ഏത് കോളേജിൽ പ്രവേശനം നേടിയാലും നമുക്ക് അർഹതപ്പെട്ട മറ്റൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നമ്മളെ പരിഗണിക്കും. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് കിട്ടി നമ്മൾ TKM പോയി ഇലക്ട്രോണിക്സിന് ചേർന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ അലോട്ട്മെൻറ്റ് വരുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും എഞ്ചിനീയറിങ്ങിൽ നിന്ന് മെഡിക്കലിലോട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തു, അല്ല ബിഫാം ഓപ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടാവുന്ന മെഡിക്കൽ സീറ്റ് നഷ്ടപ്പെടുകയില്ല, ഈവൻ സ്പോട്ട് അലോട്ട്മെൻറ്റിലാണെങ്കിൽ പോലും. സർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് വെക്കുന്നു. ഇപ്പോൾ ജൂൺ 1-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാം ആ കുട്ടിക്ക് എഴുതാൻ സാധിച്ചില്ല. പക്ഷേ മെയ് 5 നമ്മുടെ നീറ്റ് എഴുതി നല്ല സ്കോറും ലഭിച്ചു എന്നിരിക്കുക. അങ്ങനെയെങ്കിൽ എഞ്ചിനീയറിംഗിൽ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് സീറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ? അതും ചിലരുടെ സംശയമാണ്. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചു, അല്ലെ ബിഫാം എന്ന് വെച്ചു, നമ്മളിപ്പോൾ മെയ് 5-ാം തീയതി എഴുതിയപ്പോൾ നല്ല മാർക്ക് കിട്ടി, 650 മാർക്ക് കിട്ടി. ഇനി എന്താണെങ്കിലും എഞ്ചിനീയറിംഗിന് പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം പരീക്ഷ എഴുതാതിരുന്നാൽ മതി, അത് മെഡിക്കലിനെ ബാധിക്കുന്നില്ല. എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ മാത്രം എഞ്ചിനീയറിംഗ് എഴുതിയാൽ മതി. ബിഫാമിൻ്റെ റാങ്കിൽ വരണമെങ്കിൽ മാത്രം ബിഫാം എഴുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അർഹതപ്പെട്ട മെഡിക്കൽ സീറ്റ് നഷ്ടപ്പെടുകയില്ല. നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ആ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആബ്സെൻ്റ് എന്ന് കിടക്കുന്നു മാത്രമേ ഉള്ളൂ. അതായത് മെഡിക്കൽ സ്ട്രീമിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. സർ, അതുപോലെ നിരവധി പ്രേക്ഷകർ ചോദിച്ചു കേൾക്കാം, അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ടൈം പീരീഡ് കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ചോദിക്കുന്നുണ്ട്. നേറ്റിവിറ്റി, മൈനോറിറ്റി, OBC NCL, ഇൻകം, NRI, അങ്ങനെ പല സർട്ടിഫിക്കറ്റുകളിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ പിന്നീട് ഒരു ഓപ്ഷൻ ഉണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് അതിനുള്ള മറുപടി. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും കേരള എൻട്രൻസ് കമ്മീഷൻ കൃത്യമായിട്ട് പരിശോധിക്കുകയും ഒരു സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞാണെങ്കിൽ അപ്പോൾ തന്നെ അവരത് മെമ്മോ ഇടും. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റുന്നത് 2024 മെയ് അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴേ നമ്മളുടെ മെമ്മോ കാണാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാലിഡേഷൻ കഴിഞ്ഞാണ്, പുതിയത് 7 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് കാണാം. നമ്മൾ പുതിയതെടുത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാകും. സർ, അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മൾ സമർപ്പിച്ച ആപ്ലിക്കേഷന് തെറ്റുണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക? ഇപ്പം മെമ്മോ വരുന്നത് എങ്ങനെ നമുക്കറിയാൻ സാധിക്കുമെന്ന്, ഒന്ന് നമ്മുടെ പത്രങ്ങളിലെല്ലാം വരും, നമ്മളിൽ നിന്ന് അറിയിപ്പുണ്ടാവും, മൊബൈലിൽ SMS വരും. കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നു, മെയ് അവസാനമേ വരുള്ളൂ, അല്ലെ ജൂണിലേ വരുള്ളൂ. കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നു, എല്ലാവരും അവരുടെ പ്രൊഫൈൽ പരിശോധിക്കണം. മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തൽ വരുത്താൻ ഇന്ന ദിവസം വരെയാണ് സമയം എന്നുള്ളത് ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളിൽ നിന്നും വരും, കേരള എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും എല്ലാവർക്കും അത് ലഭിക്കുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ കീം ആപ്ലിക്കേഷനും അപ്പുറം മറ്റ് എന്തൊക്കെ ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ സമർപ്പിക്കേണ്ടതുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം CUETയുടെ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഐസർ 7 ഐസറുകൾ, കാരണം നമ്മൾ മെഡിക്കലിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്ത കുട്ടികളുടെ ഏറ്റവും വലിയ സാധ്യതകളാണ് CUETയും ഐസറും നൈസറും. ഏറ്റവും അധികം കുട്ടികൾ പ്രവേശനം നേടുന്ന 3 പ്രോഗ്രാമുകളാണ്. അതിൽ CUET എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഐസറുകളാണ്. 7 ഐസറുകളിലെ 5 ഇയർ BSMS പ്രോഗ്രാമിലോട്ടുള്ള ജൂൺ 9 നടക്കുന്ന ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന് അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ. ജൂൺ 30-ാം തീയതിയാണ് നൈസർ എക്സാം, അതിന് അപേക്ഷിക്കേണ്ട സമയമാണിപ്പോൾ. എയിംസ് BSc നഴ്സിങ്ങിന് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം. കർണാടകത്തിലെ CET BSc നഴ്സിംഗിൻ്റെ പരീക്ഷ ഏപ്രിൽ 18-19 തീയതികളിലാണ്. അതിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് എടുത്ത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. പിന്നെ മാനേജ്മെൻറ്റ് ലെവലിലുള്ള പ്രോഗ്രാമുകൾ, IIMകളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. IISc ബാംഗ്ലൂരിലെ 4 ഇയർ BSMS പ്രോഗ്രാമിന് നീറ്റ് വഴിയും JEE മെയിൻ വഴിയും JEE അഡ്വാൻസ്ഡ് വഴിയും ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് വഴിയുമുള്ള പ്രവേശനമുണ്ട്. ആ 4 ചാനലുകളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ IIScയുടെ ബാംഗ്ലൂരിൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാം. അപ്പം ഒരു കുട്ടി അവനവന് താല്പര്യമുള്ള, അവനവന് അഭിരുചിയുള്ള
ധാരാളം ആപ്ലിക്കേഷൻസ് കൊടുത്തു വെക്കണം. അതിലേറ്റവും നല്ലതിനെ ആയിരിക്കണം 2024-25 അധ്യയന വർഷത്തിൽ അവനവൻ നേടിയെടുക്കേണ്ടത്. ശിവൻ സാർ, അതുപോലെ തന്നെ ഏറ്റവും ആകാംക്ഷയോടുകൂടി കുട്ടികൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം, 25 ദിവസമാണ് ഇനി അവരുടെ മുൻപിലുള്ളത്. 25 ലക്ഷം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ എങ്ങനെ അവരെ തന്നെ മുന്നോട്ട് നയിക്കണം ഇനിയുള്ള ദിവസം? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആകാംക്ഷ, ഓവർ ആങ്സൈറ്റി എല്ലാവരിലും ഉണ്ടാവും. ഒന്നത് 17-18 പ്രായത്തിലുള്ള പോകുന്നൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഈ 25 ലക്ഷത്തിൽ നിന്ന് 25,000-നുള്ളിലോട്ട് കിടക്കുക എന്ന് പറയുന്ന ഒരു ഹിമാലയൻ ടാസ്ക്കാണ് എന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു സാഹചര്യമാണ് ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഈ 25 ദിവസത്തോളം കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ ഇത്രത്തോളം മോഡലുകൾ എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഈ 25 ലക്ഷം പേരിൽ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും. ഏറ്റവും ഈ കഴിഞ്ഞ 5 വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ പോരെ. 5 വർഷത്തെ അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ വർഷത്തെ എത്രയായിരുന്നു? 600-ന്റെ മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുടെ ഓവറോൾ റാങ്ക് എത്രയായിരുന്നു? 28,000 ആയിരുന്നു. അപ്പോൾ 720-ൽ 600 മാർക്കെങ്കിലും മേടിച്ചാൽ ഈ 25 ലക്ഷത്തിൽ ഞാൻ 28,000-നകത്തെത്തി. എന്തുമാത്രം കോൺഫിഡൻ്റ് ആണത്? തീർച്ചയായും. 550 മാർക്ക് കിട്ടിയ ഒരാളെ സംബന്ധിച്ചോളം അയാൾ ഓർത്ത് നോക്കൂ, 25 ലക്ഷത്തിനാണോ ഞാൻ നോക്കേണ്ടത്? കഴിഞ്ഞ 5 വർഷവും 550 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ഒരു 50,000 55,000 ഓൾ ഇന്ത്യ റാങ്കിനകത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ എത്ര വർഷത്തെ വേണമെങ്കിലും എടുത്തു നോക്കുള്ളൂ, 550 കിട്ടിയ ആളുടെ ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 50 അല്ലെങ്കിൽ 55,000 ഓൾ ഇന്ത്യ റാങ്ക്. അപ്പോൾ അയാൾ 25 ലക്ഷത്തിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അയാൾ ഇപ്പോൾ നിൽക്കുന്നത് 50,000-നകത്താണ് നിൽക്കുന്നത്. ഇനി അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി. 500 നിൽക്കുന്ന ആൾ നോക്കൂ, 500 സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം, അല്ല 500 കോൺഫിഡൻ്റ് ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അയാൾ നിൽക്കുന്നത് 25 ലക്ഷത്തിനകത്തല്ല നിൽക്കുന്നത്, ഒരു 85,000 കുട്ടികൾക്കകത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ 85,000 ആയിരുന്നു 500 മാർക്ക് കിട്ടിയ ആളുടെ ഓൾ ഇന്ത്യ റാങ്ക്. ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ ഈ ഒരു റേഞ്ചിന് മുകളിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിക്കോളൂ. അപ്പോൾ അതുപോലെ കോൺഫിഡൻറ്റ് കിട്ടാനായിട്ട് ഇനി 400 ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കൂ, 1.5 ലക്ഷമേ ഉള്ളൂ, 25 ലക്ഷമൊന്നുമില്ല, 1.5 ലക്ഷം കുട്ടികളേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതിയാകും. അപ്പോൾ 25 ലക്ഷം എന്ന് പറയുന്ന നമ്പറിനെ അല്ല നമ്മൾ പേടിക്കേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും സേഫായിട്ടുള്ള റീജിയനിലാണ്. അവിടെ നിന്ന് നമ്മൾ ആർജിച്ചിരിക്കുന്ന കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് എത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? പല രീതിയിലുള്ള മോഡലുകൾ നിങ്ങൾ കടന്നുപോയി, പല ടൈപ്പുള്ളത്, വിഷമം പിടിച്ചത്, ഏറ്റവും എളുപ്പമുള്ളത്, ഇവിടെയൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സെൽഫ് ഇവാലുവേഷൻ ചെയ്ത ചോദ്യങ്ങൾ തന്നെ പല ആവർത്തി ചെയ്യുക. കഴിഞ്ഞ 4 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഗുലറായിട്ട് വായിക്കുക. NCERTയുടെ ബയോളജിയുടെ എത്രത്തോളം പേജുകളിലൂടെ 50-100 പേജുകൾ ഒരു ദിവസം നിങ്ങൾക്ക് കണ്ടുപോകാമെങ്കിൽ അത്രത്തോളം നിങ്ങൾ ബയോളജി കണ്ടുപോവുക. JEE ഈ കഴിഞ്ഞ സെറ്റിലെയും ഈ സെറ്റിലെയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ലേണിംഗ് ആപ്പിൽ തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യനുകളിലൂടെ നിങ്ങൾ പോവുക. കണ്ട കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്ക് കണ്ട കാര്യങ്ങളിലൂടെ വീണ്ടും വീണ്ടും പോയി ഏറ്റവും നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില പൊട്ടും പൊടിയും ഒക്കെ ഉണ്ട് ശരിയാക്കാനായിട്ട്. അതിനുള്ളൊരു സമയം, ഒരു ഫിസിക്സിനൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിനോടുള്ളൊന്ന് കടന്നു പോവുക. NCERTയുടെ ഏതെങ്കിലും പേജുകളെക്കുറിച്ച്, ചാപ്റ്ററുകളെക്കുറിച്ചുണ്ടെങ്കിൽ അതൊന്ന് ഫില്ലാക്കുക. കോൺഫിഡൻസ് ലെവലാണെങ്കിൽ അതിൻ്റെ ശരിയാക്കുക. ഉറക്കം, ആരോഗ്യപരമായ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കണമെങ്കിൽ അതിനൊന്ന് ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ അവനവന് ഏറ്റവും നമ്മുടെ കഴിവ് അതിനകത്ത് എത്തിക്കാനായിട്ട് ഏതാണോ പോയിൻ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ധാരാളം മോഡലുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്കാണ്ട് 75,000 ചോദ്യങ്ങൾക്കപ്പുറമാണ് ഈ ഫെബ്രുവരി മാർച്ചിൽ നമ്മുടെ കുട്ടികൾ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് അവരവർക്ക് ഒന്ന് മെനഞ്ഞെടുത്താൽ മതിയാകും എവിടെയൊക്കെയാണ് നമ്മളൊന്ന് ക്ലിയർ ചെയ്യേണ്ട മേഖലകൾ എന്നുള്ളത്. ഏറ്റവും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ടൈം മാനേജ്മെൻറ്റുകളെ കുറിച്ചാണ്. ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും ഒരു ചോദ്യത്തിന് 1 മിനിറ്റാണ് കൊടുക്കേണ്ടത്. ഒരു ചോദ്യം എളുപ്പമാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് 10 സെക്കൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല. കാരണം നമുക്ക് കൂടുതൽ നെഗറ്റീവ് വരുത്തി വെക്കാവുന്നേ ഉള്ളൂ. ഏത് രീതിയിൽ ഒരു ചോദ്യം ചെയ്താലും, ഏത് ടഫുള്ളതാണെങ്കിലും എളുപ്പമുള്ളതാണെങ്കിലും, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും, ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറിന് 4 മാർക്കാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നെഗറ്റീവ് വരുത്തുന്നതിനേക്കാളും അത് പല പ്രാവശ്യം ആലോചിച്ച്
നമുക്ക് കറക്റ്റ് ആക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. അപ്പം നിങ്ങൾക്കിപ്പം ഇത്രത്തോളം മോഡലുകൾ ഈസി ആയിട്ട് നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 15ഓളം മോഡലുകൾ നമ്മൾ ഏറ്റവും ഈസി ലെവലിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 5ഓളം മോഡലുകളാണ് കൊടുത്തിരിക്കുന്നത്. അസേഷൻ റീസൺ ടൈപ്പ് നമുക്ക് ഏതാണ്ട് 4ഓളം മോഡലുകളാണ് കൊടുത്തിരിക്കുന്നത്. NCERTയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ മോഡലുകളിലും എഴുതുമ്പോൾ നിങ്ങൾ ഏത് ടൈമാണ് കീപ്പ് ചെയ്തത്? ഏറ്റവും എളുപ്പമുള്ള പരീക്ഷകൾ നടന്ന സമയത്ത് പെട്ടെന്ന് എഴുതിയിട്ട് ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ എക്സാം തീർത്തിട്ട് ധാരാളം തെറ്റുകൾ വരുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് എന്തായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്? അത് സമയമെടുത്ത് പല ആവർത്തി വായിച്ചിരുന്നെങ്കിൽ, കാരണം ടഫ് ചെയ്ത എക്സാം അനുസരിച്ച് ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഓരോരുത്തർ. ഈസി ആയിട്ട് വന്നപ്പോൾ അതെല്ലാം കൂടെ സ്പീഡ് ചെയ്ത് തെറ്റാക്കി. അപ്പം ആ ടൈമിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയ 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 തെറ്റുകൾ തിരുത്തേണ്ട ഈ സമയമാണ് വന്നത്. പക്ഷേ ഏറ്റവും പറയട്ടെ, ക്വസ്റ്റ്യനുകളിലൂടെ തന്നെയുള്ളൊരു യാത്രയാണ് നമ്മളുടേത്. 1000-ൽ നിന്ന് 2000-ലോട്ട് 3000-ലോളം ക്വസ്റ്റ്യനുകളിലൂടെ നിങ്ങൾക്ക് യാത്ര കണ്ട കാര്യങ്ങൾ പുതിയതായിട്ടുള്ളതല്ല. പുതിയതായിട്ട് വേണമെങ്കിൽ ഒരു മോഡലുകൾ മാത്രമേ എഴുതാവുള്ളൂ. ഇപ്പോൾ ബ്രില്ലിൻ്റെ മോഡലുള്ള ദിവസമാണ്, അത് മാത്രം കൃത്യമായിട്ട് ആ 3 മണിക്കൂർ 20 മിനിറ്റ് എടുത്ത് എഴുതിയാൽ മതിയാകും. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചാൽ മതി, വായിച്ച് ഫെമിലിയർ ആയാൽ മതി. NCERTയുടെ പേജുകൾ കണ്ട് ഫെമിലിയർ ആയാൽ മതിയാകും. പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ഉറക്കത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അവനവൻ്റെ കോൺഫിഡൻ്റെ കാര്യത്തിൽ, അവനവൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും 100% പെർഫെക്റ്റ് ആകാൻ സാധിച്ചാൽ അത്രയും നല്ലത്. 100 എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കൊരു 60% മുകളിലെങ്കിലും ആകാൻ പറ്റിയാൽ അതിനെയാണ് നമ്മൾ 100 കാണുന്നത്. അത്രത്തോളം നമ്മൾ ഏറ്റവും ക്ലീനായിട്ട് പരീക്ഷയ്ക്ക് പോകാനുള്ളൊരു സാഹചര്യം, അവിടെ മറ്റൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിനെ ഉൾക്കൊള്ളാനായിട്ട് അവിടുത്തെ ഒരു എക്സാമിനർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണം? 1:45 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും പേനയും കിട്ടിയില്ലെങ്കിൽ ഏത് രീതിയിൽ ഞാനത് ചോദിച്ചു മനസ്സിലാക്കണം? 2 മണിക്ക് എനിക്ക് എക്സാം തുടങ്ങാനുള്ളൊരു സാഹചര്യമല്ല എങ്കിൽ എങ്ങനെ ഞാൻ ആ സാഹചര്യത്തിനെ കൈകാര്യം ചെയ്യണം? സമയത്തിന് മുമ്പ് തന്നെ 5:20 തീരേണ്ടത് 5 മണിക്ക് തന്നെ മേടിച്ചാൽ എങ്ങനെ ഞാൻ എൻ്റെ സാഹചര്യത്തിനെ കൈകാര്യം ചെയ്യണം? എൻ്റെ ഇരിപ്പിടത്തിൽ കൃത്യമായിട്ടിരിക്കുന്ന OMRഉം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും അല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും തന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ അത് റിയാക്ട് ചെയ്യണം? മറ്റൊരു കുട്ടി മോശമായിട്ട് ബിഹേവ് ചെയ്താൽ ഞാൻ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്? അങ്ങനെ നിരവധി അനുഭവ പരിചയങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ്. ഒപ്പം ഹോൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് വരുന്നു, അതിന് വാലിഡ് ID പ്രൂഫ്, ഫോട്ടോകൾ, ഡ്രസ്സുകളൊക്കെ തയ്യാറാക്കി വെക്കാം. അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല, 25-ാം തീയതിയോടുകൂടി വരുള്ളൂ. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ ഒരു ഇടപെടലുണ്ടാകും എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് തയ്യാറാക്കേണ്ടതെന്നുള്ളത്. മെയ് 5-ാം തീയതി ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള ഏറ്റവും നല്ലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ടുള്ള അവനവൻ്റെ പാകപ്പെടുത്തലിൻ്റെ സമയമാണ് ഇനി വരുന്ന ഈ 27 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 25 ലക്ഷം വിദ്യാർത്ഥികൾ 25 ദിവസങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെങ്കിൽ, ശിവൻ സാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾ വരുന്ന വഴി, നിങ്ങളുടെ പാത്ത് റൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നത്. കീമുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശിവൻ സാർ ഈ എപ്പിസോഡിനുടനീളം പങ്കുവെച്ചത്. അതിനോടൊപ്പം തന്നെ നീറ്റ് എക്സാം അടുത്ത് വരുന്നു. വിദ്യാർത്ഥികൾ എത്ര കരുതലോടുകൂടിയാവണം ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ അവസാനം കേൾക്കുകയുണ്ടായി. തീർച്ചയായും ശിവൻ സാർ പറഞ്ഞതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയി തന്നെ എക്സാമിനെ നേരിടുക. ആൻഡ് കീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതെല്ലാം ഞങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിനെല്ലാം കൃത്യമായ ഉത്തരവുമായിട്ട് വരുന്ന വാരം ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.